മന്ത്രി പോയി ഇരുന്നിട്ട് ഭയങ്കര സംഭവം ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അദ്ദേഹം പരിവാരങ്ങളും മക്കളും ഒക്കെ പോയി അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും കൂടെ ഉണ്ടാവും. അത് ഏത് സമയത്താണ് പോയെന്ന് ആലോചിക്കണം. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു കിടക്കുക. മരിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അവസാനമായി പറഞ്ഞത് എന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വെക്കണം എന്നാണ്. തിരുവനന്തപുരത്ത് വെക്കാതെ നേരെ കണ്ണൂർ കൊണ്ടുപോയി പെട്ടെന്ന് സംസ്കരിച്ചു. എന്നിട്ട് എന്നാ സംസ്കരിക്കാൻ കാരണം പിറ്റേ ദിവസം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്കും മക്കൾക്കും മരുമകൾക്കും ഒക്കെ വിദേശത്ത് പോകണം. അങ്ങനെ പോയിട്ടാണ് ഈ ടൈം സ്ക്വയറിൽ ഈ ഫോട്ടോ എടുത്തത്. രാജ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടായോ? നിങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പോയി ഫിൻലാൻഡിൽ. നാടിന് എന്താ ഗുണമുണ്ടായത്? മൂപ്പര് പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് 10 ആൾക്കാർ ഫിൻലാൻഡിൽ നിന്ന് ഇവിടെ വന്നു. പത്രക്കാർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ശിവൻകുട്ടി എങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി ആയത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ശിവൻകുട്ടിയോട് ചോദിച്ചില്ല പത്രക്കാർ, നിങ്ങൾ അവിടെ പോയിട്ട് എന്താ കണ്ടത്? മൂപ്പര് പറഞ്ഞു, ഞാൻ അവിടെ പോയപ്പോൾ സൈക്കിള് പോകാൻ വേണ്ടി പ്രത്യേകമായൊരു പാത, ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി പ്രത്യേകമായൊരു പാത, ഭയങ്കര മാറ്റങ്ങളാണെന്ന് പറഞ്ഞു. പത്രക്കാരെന്ന് അതൊക്കെ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ, വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താണ്? മൂപ്പര് പറഞ്ഞു, ഞാൻ കണ്ടതല്ലേ എനിക്ക് പറയാൻ പറ്റും. മൂപ്പർ അവിടെ ചെന്ന് മേലോട്ട് നോക്കി എന്തൊക്കെയാണ് കണ്ടത്. CH അമേരിക്കയിൽ പോയിരുന്നു. CH അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, ഞാൻ അമേരിക്കയിൽ നിന്ന് എന്താണ് കണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT കണ്ടു. ആ MITയുടെ മാതൃകയിൽ ഒരു സർവകലാശാല ഈ കേരളത്തിൽ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് കുസാറ്റ് ഉണ്ടായത്. CH ഉണ്ടാക്കിയതാണ് കുസാറ്റ്. 2 മന്ത്രിമാർ, 2 സംസ്കാരം, 2 വ്യത്യാസങ്ങളാണ് നമ്മൾ കാണുന്നത്. വ്യവസായ മന്ത്രി P. രാജീവ്, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. കൊച്ചിയിലെ മെട്രോന്റെ അടിയിൽ ഒരു U-ടേൺ ഉദ്ഘാടനം ചെയ്യുന്നത് വ്യവസായ മന്ത്രി. വേറെ ഒന്നുമില്ല ഉദ്ഘാടനം ചെയ്യാൻ. അങ്ങനെ ഒരു നാടായി ഈ നാടിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2.5 ലക്ഷം വോട്ടിനാണ് അവിടെ BJP തോറ്റുപോയത്. ബാബരി പള്ളി പൊളിച്ച് രാമക്ഷേത്രം ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നരേന്ദ്രമോദി. ആ ഫൈസാബാദിൽ BJP തോറ്റുപോയി. ഇന്ത്യ മുന്നണിയാണ് ജയിച്ചത്. മോദി 2019 6 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. 2024 അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 1.5 ലക്ഷമായി കുറഞ്ഞു. അങ്ങനെ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആശ്വസിക്കാൻ കുറെ വകയുണ്ട്. പക്ഷെ ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മഹാരാഷ്ട്രയിൽ തോറ്റുപോയി, ഡൽഹിയിൽ തോറ്റുപോയി. അങ്ങനെ ചില നിരാശകളുമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലെ ജുഡീഷ്യറി, നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്ന ജുഡീഷ്യറി, ഇപ്പോൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്, അദ്ദേഹം 240 സീറ്റ് മാത്രമാണ് കിട്ടിയത്. മാത്രമല്ല, നരേന്ദ്രമോദി നേരിട്ട് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് 164 മണ്ഡലങ്ങളിലാണ്. ആ 164 മണ്ഡലങ്ങളിൽ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത് കേവലം 67 സീറ്റിൽ മാത്രമാണ്.